Good evening, fellow star chasers, armchair astronauts, and distinguished guests. Wherever you're logging in from, Bangalore, Boston, or boldly from the couch, we're about to be joined by a man who has spent nearly 4 decades making sure India's spacecraft stays exactly where they should be. Please make sure your mics are muted, your curiosity unmuted, and your applause on standby for Mr. S. Prem Kumar, retired director of Indian Space Research Organization's Master Control Facility. Joining ISRO in 1983, Mr. Prem Kumar began crafting the avionics that guide our launch vehicles from crackling launch pads to the silence of space. Over the years, he has shouldered responsibilities ranging from Group Director at the Vikram Sarabhai Space Center, where his leadership earned ISRO's coveted Individual Merit Award, to helming the Master Control Facility itself, the nation's orbital nerve center. Under his watch, India's geostationary satellites held their ground with the poise and reliability on which countless communications, broadcasts, and weather eyes depend. He continues to lend his wisdom to a new generation of Indian space startups, guiding them through the rigorous craft of avionics design and system realization, ensuring that the standards he helped set remain the benchmark for excellence. We are deeply honored by his presence this evening. Mr. Prem Kumar, thank you for translating audacious dreams into dependable realities and for guarding our place in space with unwavering dedication. Ladies and gentlemen, please join me, whether through an emoji reaction, a quiet nod, or the applause of your hearts, in welcoming Mr. S. Prem Kumar to our virtual stage. Satellites ആയി, rockets ആയി, control center ആയി, launch pad ആയി, control center ആയി, ground stations ആയി, applications ആയി. അങ്ങനെയാണ് ഇസ്രോ ഓരോന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നത്. ആദ്യം ലോഞ്ച് റോക്കറ്റ്സിന് സ്പേസ് ക്രാഫ്റ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി റോക്കറ്റ്സിന് വേണ്ടി തിരുവനന്തപുരത്താണ് ആക്ടിവിറ്റി തുടങ്ങിയത്. പിന്നെ റോക്കറ്റ്സ് ഉണ്ടാക്കുന്ന സെന്ററായി തിരുവനന്തപുരം വികസിച്ചു, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. അതിനുശേഷം സാറ്റലൈറ്റ് ആക്ടിവിറ്റീസ് ബാംഗ്ലൂർ കോൺസെൻട്രേറ്റ് ചെയ്തു. അതിന് സാറ്റലൈറ്റ് സെന്റർ ബാംഗ്ലൂർ ആണ്. പിന്നെ ലോഞ്ച് പാഡിന് വേണ്ടി നമ്മൾ ശ്രീഹരിക്കോട്ട എന്നുള്ളത് ഇന്ത്യയുടെ ലോഞ്ച് സെന്ററായിട്ട് സെലക്ട് ചെയ്തു. ലോഞ്ച് സെന്റർ എപ്പോഴും ഈസ്റ്റേൺ കോസ്റ്റിലായിരിക്കണം, കാരണം റോക്കറ്റ് ടേക്ക് ഓഫ് ചെയ്താൽ നമ്മുടെ എർത്തിന്റെ റൊട്ടേഷൻ അതിനെ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഈസ്റ്റിലേക്കാണ് ലോഞ്ച് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ശ്രീഹരിക്കോട്ട നമ്മുടെ ലോഞ്ച് പാഡായി മാറിയത്. അപ്പോൾ റോക്കറ്റ്സ് തിരുവനന്തപുരത്ത് ഉണ്ടാക്കി, സാറ്റലൈറ്റ്സ് ബാംഗ്ലൂർ നിന്ന് മാനുഫാക്ചർ ചെയ്തു. അതിനെ രണ്ടും കൂടെ ശ്രീഹരിക്കോട്ടയിൽ എത്തിച്ച് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ലോഞ്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തു. കൂടാതെ നമ്മൾ കൺട്രോൾ സെന്റേഴ്സ് ആയിട്ട് ഈ സാറ്റലൈറ്റ്സ് എക്യുപ്മെന്റ്സ് നമ്മൾ സ്പേസിൽ പോയി കഴിഞ്ഞാൽ കൺട്രോൾ സെന്റേഴ്സ് ആയിട്ട് നമുക്ക് 2 ടൈപ്പ് കൺട്രോൾ സെന്റേഴ്സ് ആണ് ഇസ്രോ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഒന്ന് റിമോട്ട് സെൻസിങ്ങിന് വേണ്ടി 1000 കിലോമീറ്റർ പൊക്കത്തിലാണ് റിമോട്ട് സെൻസിങ് എക്യുപ്മെന്റ് ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള എക്യുപ്മെന്റ് 36,000 കിലോമീറ്റർ പൊക്കത്തിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ രണ്ടിനു വേണ്ടി റിമോട്ട് സെൻസിങ്ങിന് വേണ്ടിയുള്ള സാറ്റലൈറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ബാംഗ്ലൂർ തന്നെ ഒരു സെന്റർ ഉണ്ട്. പീനിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സെന്റർ ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹാസനിലെ സെന്റർ ഡെവലപ്പ് ചെയ്തു നമ്മൾ, ഈ 2 സെന്റേഴ്സും. ഇനി നമ്മളൊരു സാറ്റലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഒരു എക്യുപ്മെന്റ് സ്പേസിൽ നമ്മൾ പ്ലേസ് ചെയ്തു. അപ്പൊ സാറ്റലൈറ്റിനെ സാറ്റലൈറ്റ് എന്ന് പറയുന്ന സാധനം തന്നെ നമ്മളൊരു നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഒരു ബസ് പോലെയാണ്. ഒരു അതിനെ ഡ്രൈവ് ചെയ്യാനും അതിനെ പ്ലേസ് ചെയ്യാനും അതിനെ പൊസിഷൻ ചെയ്യാനും ഒക്കെ ഉള്ള എക്യുപ്മെന്റ്സ് എല്ലാം അതുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇരിക്കുന്ന പാസഞ്ചേഴ്സിനെ പോലെയാണ് നമ്മൾ പേലോഡ് എന്ന് പറയുന്നത്. പേലോഡ് എന്ന് പറയുന്നത് ഒരു ക്യാമറയാണെങ്കിലും സാറ്റലൈറ്റിൽ നമ്മുടെ മുകളിൽ നിന്ന് പടം എടുക്കുന്ന ഒരു ക്യാമറയാണെങ്കിൽ അതിനൊരു പേലോഡ് എന്നാണ് പറയുന്നത്. പലതരം പേലോഡ്സ് ഉണ്ട്. ക്യാമറാസ് ഉണ്ട്, പലതരം മെഷർമെന്റ്സ് നടത്തുന്ന പേലോഡ്സ് ഉണ്ട്, പലതരം എക്സ്പെരിമെന്റ്സ് നടത്തുന്ന പേലോഡ്സ് ഉണ്ട്. അപ്പൊ ഒരു സാറ്റലൈറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്ന ബസ് എക്യുപ്മെന്റ്സും പേലോഡ്സും 2 വിഭാഗമാണ് ഉള്ളത്. അപ്പൊ ഈ പേലോഡിൽ നിന്ന് കിട്ടുന്ന ഡേറ്റയാണ് ഗ്രൗണ്ട് സ്റ്റേഷനിൽ കൊടുക്കുന്നതും അതാണ് നമ്മളെടുത്ത് ആപ്ലിക്കേഷൻ വഴി പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ ഈ പേലോഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രോ അഹമ്മദാബാദിലെ ഒരു സെന്റർ സെറ്റപ്പ് ചെയ്തതാണ് സ്പേസ് ആപ്ലിക്കേഷൻ സെന്റർ എന്ന് പറഞ്ഞത്. ഈ ജനറലി നമ്മൾ 2 ഏരിയയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. റിമോട്ട് സെൻസിങ്ങും കമ്മ്യൂണിക്കേഷനിലുമാണ് ജനറലി സാറ്റലൈറ്റ്സ് വഴി നമ്മൾ ആക്ടിവിറ്റി കൊടുക്കുന്നത്. അപ്പൊ റിമോട്ട് സെൻസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട് ഹൈദരാബാദിൽ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞൊരു സെന്ററും കൂടെ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതൊരു ഇസ്രോയുടെ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് സെന്ററാണ്.
അപ്പോൾ ഈ അവരും അവരിതിനകത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഇന്ത്യയിൽ പല ഭാഗത്തായിട്ട് ഇസ്രോയുടെ പല പല ആക്ടിവിറ്റീസ് കോൺസെൻട്രേറ്റ് ചെയ്ത് പല സെന്റേഴ്സ് പല ആക്ടിവിറ്റി സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മളൊരു സ്പേസിൽ ഒരു എക്യുപ്മെന്റ് പ്ലേസ് ചെയ്യുക, അതുവഴി ഡേറ്റ കളക്ട് ചെയ്യുക, ആ ഡേറ്റ നമ്മൾ ഭൂമിയിലേക്ക് റേഡിയോ ലിങ്ക് വഴി അയക്കുക, ഗ്രൗണ്ട് സ്റ്റേഷൻസിൽ അത് പിടിക്കുക, ആ ഡേറ്റ എടുത്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് നമ്മൾ പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക. കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് റേഡിയോ വേവ്സ് നമ്മൾ അയക്കുന്നത് സാറ്റലൈറ്റിൽ എക്യുപ്മെന്റിലെത്തും, അതിൽ നിന്നും ബ്രോഡ്കാസ്റ്റിംഗ് വഴി പല സ്റ്റേഷൻസിലേക്ക് അത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വിടും. അപ്പോൾ അതെല്ലാം നമ്മൾക്ക് അതുവഴി നമ്മൾക്ക് ഫോർ എക്സാമ്പിൾ ഇതുപോലെ ഇന്റർനെറ്റ് പോലെ TV പോലത്തെ കാര്യങ്ങൾക്ക് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇന്ത്യയിൽ തന്നെ നമുക്കുണ്ട്. അപ്പൊ നമ്മൾ ഈ കാണുന്ന TV ആയാലും ഈ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് ആയാലും ഈ പറഞ്ഞ പലതരത്തിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ലിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം കമ്മ്യൂണിക്കേഷനിൽ പെടുന്നതാണ്. അതേസമയം നമ്മളെ മാപ്പിങ്ങിനെ കുറിച്ച് പലതരത്തിലുള്ള മാപ്പിംഗ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നതെല്ലാം റിമോട്ട് സെൻസിങ്ങിൽ പെടുന്നുണ്ട്. ഇതെല്ലാം പോയിട്ട് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷനാണ് നമ്മൾ ഇന്റർപ്ലാനറ്ററി മിഷൻസ് എന്ന് പറയുന്നത്. ഭൂമിയിലെ പ്രതലത്തിൽ നിന്നും വിട്ട് മറ്റ് പ്ലാനറ്റിലേക്ക്, മൂണിലേക്കും മറ്റ് പ്ലാനറ്റുകളിലേക്കും പോയി അവിടുത്തെ സിറ്റുവേഷൻസ് നമ്മൾ പഠിച്ച് അവിടുത്തെ കാര്യങ്ങൾ നമ്മുടെ ഭൂമിയിലെ നമ്മുടെ ഈ ആവാസ വ്യവസ്ഥയെ അതെങ്ങനെ ബാധിക്കുന്നു, അതുമാതിരിയുള്ള ഔട്ടർ സ്പേസ് റിസർച്ച് കാര്യങ്ങൾ, അതുമാതിരി കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ സ്പേസ് പ്രോബ്സ് മറ്റ് പ്ലാനറ്റിലേക്ക് പോകുന്നു. അതും കൊണ്ട് അങ്ങോട്ട് പോകും, അവിടെ വിക്ഷേപിക്കും, അവിടെ എക്സ്പെരിമെന്റ് നടത്തും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൊത്തത്തിൽ ജനറലായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവിറ്റീസ് സാറ്റലൈറ്റ് ഉണ്ടാക്കണം, റോക്കറ്റ് ഉണ്ടാക്കണം, അത് രണ്ടും കൂടെ സംയോജിപ്പിച്ച് ലോഞ്ച് ചെയ്യാൻ പറ്റണം. ലോഞ്ച് ചെയ്ത് 20-30 മിനിറ്റ് കൊണ്ട് അത് ആ എക്യുപ്മെന്റ് നമ്മൾ സ്പേസിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ഒരു ഇന്റർപ്ലാനറ്ററി മിഷൻ ആണെങ്കിൽ അധികം ദിവസങ്ങളെടുത്ത് അത് മൂണിലോ അല്ലെങ്കിൽ മാർസിലോ എത്തുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന എക്യുപ്മെന്റുകൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൺട്രോൾ സെന്റേഴ്സിൽ നിന്ന് നമ്മൾ സിഗ്നൽ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്നു. അതിൽ നിന്ന് വരുന്ന ഡേറ്റ നമ്മൾ അതിന്റെ പേലോഡ് സ്വിച്ച് ഓൺ ചെയ്ത് കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്ത ഡേറ്റ നമ്മൾ ഗ്രൗണ്ടിൽ എടുത്തിട്ട് നമ്മൾ ആ ഡേറ്റ അനലൈസ് ചെയ്ത് ആ ഡേറ്റയിൽ നിന്നും പലതരത്തിലുള്ള ആപ്ലിക്കേഷന് വേണ്ടി ഡേറ്റ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കും. നമുക്ക് ഒരു മാപ്പ് ഉണ്ടാക്കാൻ പറ്റും, നമ്മുടെ മിനറൽ റിസോഴ്സസ്, വാട്ടർ റിസോഴ്സസ് നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ് വേറൊരു ആക്ടിവിറ്റിയും ഒരു എക്യുപ്മെന്റ് സ്പേസിൽ പ്ലേസ് ചെയ്യുന്നതാണ്. അവിടെയാണെങ്കിൽ സ്പേസിൽ പലതരത്തിലുള്ള എക്സ്പെരിമെന്റ്സ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് ഒരാൾക്ക് സ്പേസിൽ പോയി അവിടെ കുറച്ച് ദിവസം കഴിയാൻ പറ്റും. അതാണ് മാൻഡ് സ്പേസ് മിഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ഇനി ഫ്യൂച്ചർ പ്ലാൻസിൽ പെടുന്നതാണ്. അപ്പോൾ ഇസ്രോയിൽ നമ്മൾ ആദ്യം സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്ത് സക്സസ്ഫുള്ളി സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ് പലതരം സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്തു. റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് നമ്മുടെ ഇത് ഒത്തിരി എണ്ണം ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഒത്തിരി ഉണ്ട്. നമ്മളൊരു മൂൺ മിഷൻ കണ്ടക്ട് ചെയ്തു. നമ്മൾ അത് കഴിഞ്ഞ് മാഴ്സിൽ പോയിട്ടുണ്ട്. ഇനി പല മിഷൻസും വരും. അപ്പോൾ ഈ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാനായിട്ട് പടിപടിയായിട്ട് ഇസ്രോ 1960 തൊട്ട് തുടങ്ങി ഇപ്പോൾ ഇത്രയും നാളായിട്ട് പല പല ആക്ടിവിറ്റീസ്. റോക്കറ്റ്സ് എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള ഇപ്പോൾ ഒരു സാറ്റലൈറ്റിന്റെ വെയിറ്റ് അനുസരിച്ച് റോക്കറ്റിന്റെ ശക്തി കൂടണം. അപ്പൊ ശക്തി കൂടുന്നതനുസരിച്ച് നമ്മൾ റോക്കറ്റിന്റെ സിസ്റ്റംസ് ഉണ്ടാക്കാൻ പഠിക്കണം. ഈ എല്ലാ ഐഡിയാസും ഇന്ത്യയിൽ ആദ്യം തുടങ്ങുമ്പോൾ വേറെ ഒരു രാജ്യത്തു നിന്നും ഒരു ഇൻഫർമേഷൻ ഇല്ലാതെയാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ ബേസിക് എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാരും സയൻസ് പഠിച്ച ആൾക്കാരും കൂടെ ഒരു സാറ്റലൈറ്റ് കോൺഫിഗർ ചെയ്യാനും അതിനകത്തുള്ള പേലോഡ്സ് ഉണ്ടാക്കാനും ഒരു റോക്കറ്റിൽ എങ്ങനെ വെക്കും എന്നുള്ളത് കാര്യങ്ങളും എല്ലാം നമ്മൾ ഇസ്രോ ആദ്യം തൊട്ടേ പഠിച്ചാണ് ഇത്രയും വരെ നമ്മൾ എത്തിയത്. ബേസിക്കലി നമ്മൾ ഇസ്രോയിൽ ഒരു കരിയർ ഓപ്പണിംഗ് എന്ന് പറയുന്നത് എഞ്ചിനീയേഴ്സും സയന്റിസ്റ്റും പറഞ്ഞ് 2 കാറ്റഗറിയിലാണ് ഇസ്രോ ആൾക്കാർ എടുക്കുന്നത്. പ്രത്യേകിച്ച് സ്പെഷ്യലൈസേഷനും ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് തന്നെ ഇസ്രോയിൽ ജോയിൻ ചെയ്യാം. നമ്മൾ ഈ പറയുന്ന സെന്റേഴ്സിൽ സിസ്റ്റംസ് ഉണ്ടാക്കാനും അസംബിൾ ചെയ്ത് ടെസ്റ്റ് ചെയ്യാനും ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ കൊണ്ടുപോയി ലോഞ്ച് ചെയ്യാനും ലോഞ്ച് ചെയ്തതിന് ശേഷം കൺട്രോൾ ചെയ്യാനും കൺട്രോൾ ചെയ്യുന്ന വരുന്ന ഡേറ്റ കളക്ട് ചെയ്യാനും അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാനും വേണ്ടി ബേസിക്കലി വർക്ക് ചെയ്യുന്നത് ഗ്രാജുവേറ്റ് ലെവലിലായിട്ടുള്ള എഞ്ചിനീയേഴ്സും അതുപോലെ പലതരം സയന്റിസ്റ്റുകളാണ്. ഏരിയ വൈസ് ബേസിക്കലി നമ്മൾ ഇൻടേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിനെ എടുക്കുന്നുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ എടുക്കുന്നുണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ പല ടൈപ്പ് സ്പെഷ്യലൈസേഷൻ, കൺട്രോൾ സിസ്റ്റംസ്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്കൽ, ഇങ്ങനെ പല സ്പെഷ്യലൈസേഷൻസിലും പോസ്റ്റ് ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സിനെയും
റിക്വയർമെന്റ് അനുസരിച്ച് ഇസ്രോയിൽ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാനും അതുപോലെ ഒരു ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ആയിട്ടാണ് അവിടെ ജോയിൻ ചെയ്തത്. ഞാൻ ആദ്യം ഇപ്പം മോഹൻകുമാർ എൻ്റെ കൂടെ ഉണ്ട്, ഇപ്പൊ ഇതിനകത്തുണ്ട്. മോഹൻകുമാറിന്റെ അടുത്താണ് ഞാൻ പ്രോജക്റ്റ് ചെയ്തത്. മോഹൻകുമാറിന്റെ ബോസ് രാമകൃഷ്ണൻ സാറും മോഹൻകുമാറാണ് എന്നെ ഗൈഡ് ചെയ്തത്. ഞാനൊരു സ്റ്റുഡന്റിൽ നിന്നും ഒരു എഞ്ചിനീയർ ആയത് ഈ രണ്ടു പേരുടെയും ഗൈഡൻസിലാണ്. ഐ ഗോട്ട് ട്രാൻസ്ഫോം ഫ്രം എ സ്റ്റുഡന്റ് ടു എൻ എഞ്ചിനീയർ. സോ ഐ ആം സോ മച്ച് ഇൻഡക്റ്റഡ് ടു ദീസ് ടു പേഴ്സൺസ്. അതിനുശേഷം എൻ്റെ കരിയർ എന്ന് പറയുന്നത് ഞാനൊരു സെൽഫ് മോട്ടിവേറ്റഡ് ആൻഡ് ഒരു സക്സസ്ഫുൾ കരിയർ ആയിരുന്നു ഓവറോൾ ആയിട്ട്. അപ്പം എല്ലാ നിമിഷവും ഞാൻ ഈ രണ്ടുപേരെയും ഓർക്കാത്തതായിട്ടൊരു നിമിഷമില്ല. കാരണം എൻ്റെ സ്റ്റാർട്ടിങ്ങും എൻ്റെ ഇനിഷ്യൽ ഈ റോക്കറ്റ് പോലെ കുതിക്കാനുള്ള ഒരു ഊർജവും ഒരു കേപ്പബിലിറ്റിയും കിട്ടിയത് ഇവർ രണ്ടുപേരുടെയും കൂടെ ഒരു വർഷം ഞാൻ ഇസ്രോയിൽ തന്നെ പ്രോജക്റ്റ് ചെയ്തതാണ് സമയത്താണ്. ബേസിക്കലി ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ പറയുന്ന ആക്ടിവിറ്റിയിൽ ഇപ്പോൾ ഉള്ള പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെ ഡിസൈനിലെല്ലാം ഞാൻ ഉണ്ടായിരുന്നു. അതിന്റെ ഫസ്റ്റ് സ്റ്റേജിലെ ഇലക്ട്രോണിക്സ് ഞങ്ങളുടെ ടീമാണ് ഉണ്ടാക്കിയത്. അതിപ്പോൾ ഓർബിറ്റിൽ ഇപ്പൊ ഓരോ തവണ PSLV പോകുമ്പോഴും ആ എക്യുപ്മെന്റ് തന്നെയാണ് കൂടുതൽ ഐറ്റംസ് ഉണ്ടാക്കി വരുന്നത്. അതിനുശേഷം GSAT-9 എന്ന് പറഞ്ഞ സ്പേസ് ക്രാഫ്റ്റിൽ സിസ്റ്റം ഉണ്ടാക്കാനൊരു അവസരം കിട്ടി. അതിപ്പോഴും ഓർബിറ്റിലുണ്ട്. അത് ഇലക്ട്രിക് ത്രസ്റ്റേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റമാണ്. പിന്നെ ഈ ഗ്രോത്തിന്റെ ഭാഗമായിട്ട് പല സീനിയർ പൊസിഷൻസും ഹോൾഡ് ചെയ്യുകയും റോക്കറ്റ്സും സാറ്റലൈറ്റ്സും ഉണ്ടാക്കാനായിട്ടും അതിന്റെ ഡിസൈനിൽ പങ്കെടുക്കാനും ഇതിനെയെല്ലാം ലോഞ്ച് ചെയ്യാനും ആക്ടിവിറ്റീസിലെല്ലാം പങ്കെടുക്കാൻ പറ്റി. അതിനുശേഷം ലാസ്റ്റിൽ ഹസൻ എന്ന് പറഞ്ഞ കൺട്രോൾ സെന്ററിന്റെ ഡയറക്ടറായിട്ട് അവിടുത്തെ ആക്ടിവിറ്റീസ് ഇപ്പോൾ അനേകം സാറ്റലൈറ്റ്സ് കൺട്രോൾ ചെയ്യുന്ന സെന്ററിന്റെ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റി. ബേസിക്കലി നമ്മളൊരു ഗ്രാജുവേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ബേസിക് ആയിട്ട് എഞ്ചിനീയറിംഗ് നോളജുമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓർഗനൈസേഷനകത്ത് നമ്മൾക്ക് ഓരോ തവണയും പുതിയ പുതിയ അസൈൻമെന്റ്സ് കിട്ടുമ്പോൾ നമ്മൾ അസൈൻമെന്റ്സിനെ കുറിച്ച് പഠിക്കുകയും പഠിക്കുന്ന അനുസരിച്ച് റിക്വയർമെന്റ് അനുസരിച്ച് പഠിക്കുകയും എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യുകയും അതുപോലെ തന്നെ സിസ്റ്റംസ് ഉണ്ടാക്കുകയും അതിനെ ടെസ്റ്റ് ചെയ്യുകയും അതിന്റെ സക്സസ് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുകയും വീണ്ടും തിയറിറ്റിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്ത് അതിനെ പെർഫെക്റ്റ് ചെയ്ത് അതിനെ റോക്കറ്റിനകത്ത് ഗ്രൗണ്ടിൽ വെച്ച് ടെസ്റ്റ് ചെയ്ത് ഗ്രൗണ്ട് ടെസ്റ്റുകളിൽ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമ്മുടെ സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി അതിനെ ലോഞ്ച് പാഡിൽ കൊണ്ടുപോയി നമ്മൾ തന്നെ അതിൻ്റെ കൂടെ ഇരുന്ന് ടെസ്റ്റ് ചെയ്ത് അസംബിൾ ചെയ്ത് അതിനെ റോക്കറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ കൺട്രോൾ സെന്ററിൽ ഇരുന്ന് അതിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കി അതിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ നമ്മൾ പഠിച്ച് അടുത്ത ലോഞ്ചിന് അതിൻ്റെ കറക്ഷൻസ് വേണ്ടി ചെയ്ത് അങ്ങനെയാണ് നമ്മുടെ കരിയർ ഗ്രോത്ത്. ബേസിക്കലി ഒരു ഗ്രാജുവേറ്റ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവർക്കും അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് വേറെ കൂടുതലായിട്ട് അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഒന്നും ഇസ്രോ നോക്കുന്നില്ല. ഇസ്രോയുടെ ഇൻടേക്കിന് വേണ്ടി ISRB എന്ന് പറയുന്ന ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുവഴിയാണ് ഇൻടേക്ക്, ഇലക്ട്രോണിക്സിനും മെക്കാനിക്കലിനും അതുവഴിയാണ് ഇൻടേക്ക് വരുന്നത്. അപ്പം അതുവഴി ഒരു ഫ്രഷ് എഞ്ചിനീയർ ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രോയ്ക്ക് ഒരു ഡെഫിനറ്റ് പ്ലാൻ ഉണ്ട് ഓരോ എഞ്ചിനീയേഴ്സിന്റെ യൂട്ടിലൈസേഷൻ. ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ ദേ വിൽ വർക്ക് ഓൺ റോക്കറ്റ്സ്, അല്ലെങ്കിൽ ദേ വിൽ വർക്ക് ഓൺ സ്പേസ് ക്രാഫ്റ്റ്സ്, ഓർ ദേ വിൽ വർക്ക് ഓൺ ഗ്രൗണ്ട് സ്റ്റേഷൻസ്, ദേ വിൽ വർക്ക് ഓൺ കൺട്രോൾ സെന്റേഴ്സ്, ദേ വിൽ വർക്ക് ഓൺ ലോഞ്ച് പാഡ്സ്, ദേ വിൽ വർക്ക് ഓൺ അതർ ഫെസിലിറ്റീസ്. ഇങ്ങനെ പോകുന്നു ഇസ്രോയിലെ ഓപ്പണിങ്സ്. പല ടൈപ്പ് ഓപ്പണിങ്സ് ഉണ്ട്. റിക്വയർമെന്റ് അനുസരിച്ച് എല്ലാ വർഷവും ഇൻടേക്ക് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മുടെ കരിയർ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെങ്ങനെ നമ്മൾക്ക് ഭാഗഭാക്കാവാൻ പറ്റും, എങ്ങനെ ഒരു സ്റ്റുഡന്റിന് ഈ ഒരു നിലയിൽ എത്താൻ പറ്റും. അപ്പൊ നമ്മൾ സ്റ്റുഡന്റ് ആയിരുന്നപ്പോൾ ഇങ്ങനത്തെ ഡ്രീംസ് ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ഗ്രാജുവേറ്റ് ആയപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. നമ്മൾ നേരത്തെ തന്നെ ഇതിനു വേണ്ടി വർക്ക് ചെയ്യണം. ഇത് ഈ പറയുന്ന ISRB എന്ന് പറഞ്ഞ കോമ്പറ്റേറ്റീവ് എക്സാം എടുക്കാനായിട്ട് ഒരു പ്രിപ്പറേഷൻ നേരത്തെ തന്നെ ചെയ്യണം എന്നുള്ള ലെവലിലേക്ക് വരുവാണ്. കാരണം ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ട് വരുന്ന ഒരു ഒരു സിറ്റുവേഷനാണ്. പിന്നെ രണ്ടാമത് ജോബിൽ കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ജനറലി സക്സസ് എന്ന് പറഞ്ഞാൽ ലേൺ വൈൽ യു വർക്കാണ്. ലേൺ വൈൽ യു വർക്ക്, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പഠിക്കുക, പുതിയ പുതിയ ഏരിയാസ് പഠിക്കുക. ഇപ്പൊ ഏത് മേഖലയിലും അങ്ങനെ തന്നെയാണ്. ഒരു ക്വാളിഫിക്കേഷനിൽ നമ്മൾ കയറുന്നു, അതിന് ആപ്ലിക്കേഷൻ ഡ്രിവൺ ലേണിംഗ് ആണ് ഇപ്പോഴത്തെ അപ്രോച്ച്. പണ്ടത്തെ പോലെ ഒരേ ടൈപ്പ് ജോബിലല്ല നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ഇസ്രോയിലും അത് തന്നെയാണ് ഇസ്രോ ഡിമാൻഡ് ചെയ്യുന്നത്. നമ്മൾ ബേസിക് ആയിട്ട് ഫോർ എക്സാമ്പിൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ കയറുന്നു, റിക്വയർമെന്റ്സ് പലതരത്തിലാണ്. ഒരു റോക്കറ്റിന് വേണ്ടി ഒരു ചെറിയ ഒരു സിസ്റ്റം ഉണ്ടാക്കണം, ഒരു റിക്വയർമെന്റ് ആയിട്ട് വരുന്നു. ഒരു പുതിയ റോക്കറ്റ് ഉണ്ടാക്കുന്നു, അപ്പൊ അതിന് ഇലക്ട്രോണിക്സ് ഒരു പുതിയ സിസ്റ്റം വരുന്നു. അപ്പൊ നമ്മൾക്കത് റിക്വയർമെന്റ് പറയുന്നു. അപ്പൊ നമ്മൾ അതിനൊരു ഡിസൈൻ ഉണ്ടാക്കുന്നു, അത് ടെസ്റ്റ് ചെയ്യുന്നു ലാബിൽ, അതിനെ ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആക്കുന്നു, അത് ഒരു ചെറിയ ഒരു പാക്കേജ് ആയിട്ട് ഉണ്ടാക്കുന്നു, അത് റോക്കറ്റിൽ ഗ്രൗണ്ട് സിസ്റ്റം ടെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം നമ്മൾ അതിന്റെ ഭാഗമായിട്ട് ഒരു ടീം വർക്കാണ്. കുറെ പേര് കൂടിയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇത് ചെയ്തു അത് ചെയ്തു എന്ന് പറയുന്ന ഒരു വലിയ ടീമാണ്. ടീമിന്റെ കൂടെ ഒരു ഭാഗമാക്കായിട്ട്
നമ്മൾ തന്നെ അത് സ്പിയർ ഹെഡ് ചെയ്ത് നമ്മൾ ആദ്യം ടീമിന്റെ പാർട്ടായിരിക്കും, പിന്നെ ടീമിന്റെ ലീഡറാവും. അപ്പോൾ ലീഡറാവും മറ്റ് ലീഡേഴ്സിന്റെ ആക്ടിവിറ്റിയും കൂടെ ചെയ്യണം. അങ്ങനെയാണ് ഇസ്രോയിലെ കരിയർ ഗ്രോത്ത് വരുന്നത്. പക്ഷെ എല്ലാ ടൈമിലും നമ്മൾക്ക് സക്സസ് നമ്മുടെ കയ്യിൽ വേണമെന്നില്ല. കരിയർ തന്നെ പ്രോസ്പെക്ട് സസ്റ്റെയിൻ ചെയ്യണമെന്നില്ല. പക്ഷെ ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. എല്ലായിടത്തും നമ്മൾക്ക് ഒരു ലേണിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മളെപ്പോഴും ഇസ്രോയിൽ പറയാറുണ്ട്, ഇസ്രോ ഈസ് ലൈക്ക് എ യൂണിവേഴ്സിറ്റി വെയർ പീപ്പിൾ ലേൺ കണ്ടിന്യൂസ്ലി. നമ്മൾ ഒരു റിട്ടയർ ചെയ്യാവുന്ന ഒരു മാസം മുമ്പേ പോലും നമ്മൾ ഒരു പുതിയ അസൈൻമെന്റിലേക്ക് ചെന്ന് പെടുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും അടുത്ത മാസം നമ്മൾ പോകുന്നുണ്ടെങ്കിൽ പോലും ഒരു പുതിയ ആക്ടിവിറ്റി ചെയ്യാൻ നമ്മൾ മുതിരുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും അത് സക്സസ്ഫുള്ളി ചെയ്യുകയും ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ഇസ്രോയെ സക്സസ്ഫുൾ ആയിട്ട് നിർത്തുന്നത്. അപ്പൊ അതാണ് ഇന്ന് നമ്മുടെ നേഷന്റെ ഇസ്രോ ഒരു സക്സസ്ഫുൾ ഓർഗനൈസേഷനായിട്ട് എക്സിസ്റ്റ് ചെയ്യും. അതിന്റെ ടീം സ്പിരിറ്റും അതിന്റെ ഇന്നിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ചെയർമാൻ ഇന്ന് ഡോക്ടർ രംഗൻ മരിച്ചു. അപ്പം അവരുടെ ലീഡേഴ്സ് വിക്രം സാരാഭായി തുടങ്ങി പല ലീഡേഴ്സും ഇങ്ങനെയുള്ള വർക്ക് കൾച്ചർ ഈ പറയുന്ന രീതിയിൽ നമ്മൾക്ക് പറഞ്ഞു തരികയും അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്തതാണ്. പിന്നെ 1996 ആണ് നമ്മൾക്ക് ഇസ്രോയ്ക്ക് ഒരു തിങ്കിങ് ഉണ്ടായത്. ഇസ്രോയ്ക്ക് വേണ്ടി എഞ്ചിനീയേഴ്സിനെ പ്രിപ്പയർ ചെയ്തെടുക്കുക. അങ്ങനെയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ ഇസ്രോ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തതും. റോക്കറ്റ്സും ഈ പറയുന്ന ഏരിയാസിലെല്ലാം വർക്ക് ചെയ്യാൻ പാകപ്പെടുത്തി സബ്ജക്ട്സ് പഠിപ്പിച്ച് ഇസ്രോയിൽ തന്നെ വർക്ക് ചെയ്യാൻ പാകത്തിനുള്ള ആൾക്കാരെ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് തന്നെ പഠിപ്പിച്ച് എടുക്കുക എന്നുള്ള രീതിയിലാണ് ഇന്ന് ഈ IIST എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത്. അതിന് IISTക്ക് അതിന്റെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഉണ്ട് അതിൽ ഭാഗമാക്കാനായിട്ട്. അപ്പൊ അത് നമ്മൾ എടുക്കുകയും അതിൽ പഠിക്കുകയും ആ IISTയിൽ പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് മാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ISRO തന്നെ അബ്സോർബ് ചെയ്ത് വരും. ISRO IIST വഴി ആളെ എടുക്കും, ISRB വഴിയും ആളെ എടുക്കും, രണ്ട് രീതിയിലും എടുക്കും. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു സ്പേസ് ടെക്നോളജിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയതുപോലെ മറ്റു പലർക്കും കിട്ടിയതുള്ള ഒരു അവസരം കിട്ടുന്നത് ഇതുമാതിരിയാണ്. ടു സം അപ്പ് an engineering degree, a graduation followed by a competitive exam which helps you to enter this organization, a continuous learning process to work in this organization and do different kinds of things. ഫൈനലി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കുറച്ച് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ റോക്കറ്റിൽ ഒരു പാർട്ട് ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ട് സ്റ്റേഷനിൽ ഒരു സിസ്റ്റത്തിൽ നമ്മൾ പങ്കാളിയായിരിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള റോളിലേക്ക് നമ്മൾ പോവുകയും അവിടെ നിന്ന് നമ്മുടെ കരിയർ പ്രോഗ്രസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മൾ എത്തിപ്പെടുന്നത് ഈ പറയുന്ന കരിയർ. പിന്നെ സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നമ്മൾക്ക് ഇപ്പോൾ ISROയ്ക്ക് വേണ്ടി അല്ല ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്തതെങ്കിലും ജനറലി നമ്മൾക്ക് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് ഒരു ലേണിംഗ് പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക്കലി എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ ഇങ്ങനെയുള്ള സ്ട്രീമുകൾ വർക്ക് ചെയ്യണമെങ്കിൽ മാത്തമാറ്റിക്സിലും ഫിസിക്സിലും കെമിസ്ട്രിയിലും സൗണ്ട് നോളജ് വേണം, നല്ല കമ്മ്യൂണിക്കേറ്റിംഗ് പവർ വേണം. നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് മറ്റ് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു സ്കില്ല് നമ്മൾ സ്ലോലി ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പം മാത്തമാറ്റിക്സ്, ഫിസിക്സ് ആൻഡ് സയൻസ്, എ ഗുഡ് കമ്മ്യൂണിക്കേറ്റിംഗ് പവർ, നല്ല ലാംഗ്വേജ് ഇതെല്ലാമാണ് നമ്മൾക്ക് വേണ്ട ഒരു സ്ലോലി ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കേപ്പബിലിറ്റി. ഈ കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുന്ന സമയം പോലെയല്ല. ഇപ്പോൾ നമ്മൾ ഇതിനെല്ലാത്തിനും നമുക്ക് നെറ്റ് വഴി അവസരങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് നെറ്റിൽ പോയി അതിന് പലതരത്തിലുള്ള ലേണിംഗ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. ഏത് സബ്ജക്റ്റ് പഠിക്കാനും ഇന്ന് സ്കൂളിലെ ടെക്സ്റ്റ് ബുക്സ് കൂടാതെ ഗൂഗിൾ വഴിയായാലും യൂട്യൂബ് വഴിയായാലും ലേണിങ്ങിന് വേണ്ട വീഡിയോസ്, ഒരു സബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്താൽ, ഏതെങ്കിലും ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്താൽ ബേസിക്കലി നമുക്ക് ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ ഒരു സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അപ്പൊ അതാണ് ഏറ്റവും വേണ്ട ഒരു കേപ്പബിലിറ്റി. നമ്മളെല്ലാം ഡെവലപ്പ് ചെയ്ത് അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഈവൻ വർക്ക് ചെയ്യുമ്പോൾ പോലും നമ്മൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ലേൺ ചെയ്ത് നമ്മുടെ ടീംസുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവരുമായിട്ട് ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് പോകുന്നത്. ഇവിടെ എല്ലാം ലേണിംഗ് ആവശ്യമുണ്ട്, കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ്. ഈ ലേണിംഗ് പ്രോസസ്സിൽ നിന്ന് ഒരുപാട് ടൂൾസ് ഉണ്ട്, പലതരത്തിലുള്ള ടൂൾസ് ഉണ്ട്. നമുക്ക് നെറ്റ് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പല ഓപ്പണിങ്സ് ഉണ്ട്, പണ്ടത്തെ പോലെയല്ല. ഫോർ എക്സാമ്പിൾ ഒരു ബേസിക് ആയിട്ട് ഒരു ചെറിയ എക്യുപ്മെന്റിനെ കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ പോലും നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ബേസിക്സ് പഠിക്കാനും യൂട്യൂബ് വീഡിയോസ് വഴി അതിന്റെ വർക്കിംഗ് മനസ്സിലാക്കാനും
നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് അത് ഡെവലപ്പ് ചെയ്തെടുക്കാനും നമ്മൾ ഉണ്ടാക്കുന്ന സാധനം അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സാധനത്തിന് സംശയങ്ങൾ തീർക്കാനുമുള്ള ഓപ്പർച്യൂണിറ്റീസ് നെറ്റ് വഴി തന്നെ ഉണ്ട്. അപ്പോൾ ഇന്ന് അവസരങ്ങൾ വളരെ വലുതാണ്. നമ്മൾ അതിന് സമയം കണ്ടെത്തണം. നമ്മൾ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു 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 ഡെയിലി ടൈം ടേബിൾ ടു ലേൺ, ടൈം ടേബിൾ ടു ലേൺ ഫോർ എ മന്ത് ആൻഡ് എ ടൈം ടേബിൾ ടു ലേൺ ഫോർ എ ഇയർ, ഇത് നമ്മൾ വെക്കാമെങ്കിൽ നമുക്ക് നല്ലൊരു ഡെവലപ്മെന്റ്, ഒരു പ്രൊജക്ടറി നമുക്ക് കിട്ടും. ഒരു കരിയർ ഗ്രോത്തിനോ അല്ലെങ്കിൽ ഒരു ജോബിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ജോബിൽ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ പറയുന്ന സ്കില്ലിംഗ് എന്ന് പറയും, സ്കില്ലിംഗ്, റീസ്കില്ലിംഗ്. ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ റീസ്കിൽ ചെയ്യണം. സെയിം ഏരിയയിൽ നമ്മൾ കൂടുതൽ പഠിക്കുകയും ആ പഠിച്ചത് തന്നെ ഒന്നുകൂടെ വായിക്കുകയും ചെയ്യണം. രണ്ടാമത്തത്, പുതിയ പുതിയ ഏരിയാസ് വരുമ്പോൾ നമ്മൾ ഏറ്റെടുക്കണമെങ്കിൽ ഒരു നല്ല ഒരു കോൺഫിഡൻസോടുകൂടി പുതിയ ഏരിയ പഠിക്കാനുള്ള കഴിവ്, അതിനെക്കുറിച്ച് വായിച്ച് പഠിക്കാനുള്ള, പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതിനൊന്നും ബുക്സ് അവൈലബിൾ അല്ലായിരുന്നു. ഇന്നിപ്പോൾ ബുക്സ് എല്ലാം നെറ്റിൽ തന്നെ ഉണ്ട്. നമുക്ക് ടെക്സ്റ്റ് ബുക്സ് വായിക്കാനും അതുപോലെ പ്രാക്ടിക്കലായിട്ട് ആൾക്കാർ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് വായിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു പുതിയ ഏരിയയിൽ നമുക്ക് വർക്ക് ചെയ്യാനും. അപ്പൊ ഇതൊരു അപ്രോച്ച് ആയിട്ട് എടുക്കുകയാണെങ്കിൽ സ്റ്റുഡൻസിന് എപ്പോഴും സക്സസ് തന്നെയായിരിക്കും. ഇതെല്ലാം പോയിട്ട് ജനറൽ കരിയർ, ജനറൽ സ്റ്റുഡൻറ് ലൈഫ് എന്ന് പറയുന്നത് എക്സാംസ് പാസ് ചെയ്യുക, കോമ്പറ്റേറ്റീവ് എക്സാംസ് എടുക്കുക. അപ്പൊ ഇതൊരു ജനറൽ ആക്ടിവിറ്റിയാണ്. പിന്നെ പർട്ടിക്കുലർ ആക്ടിവിറ്റിയാണ് അതിന് പാരലായിട്ട് നമ്മൾക്കൊരു ടാർഗറ്റ് കീപ്പ് ചെയ്ത് ആ ടാർഗറ്റിന് വേണ്ടി അതിന് പാരലായിട്ട് തന്നെ ടൈം കണ്ടെത്തി വർക്ക് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പൊ ഇത് രണ്ടും കൂടെ പാരലായിട്ട് ഇന്ന് കൊണ്ടുപോകണം. കാരണം ദ വേൾഡ് ഈസ് ഹൈലി കോമ്പറ്റീറ്റീവ്. നമ്മൾ എത്ര തന്നെ നെഗറ്റീവായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടായാൽ പോലും ദർ ആർ എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ who have lot of ideas, who are willing to work, willing to dedicate, willing to commit themselves. നമ്മുടെ ഇടയിൽ അവർ കാണും. അപ്പോൾ അത് കാരണം അവർ കോമ്പറ്റീറ്റീവ് ആയിരിക്കും. നമ്മൾക്ക് പല പേഴ്സണൽ ആയിട്ടുള്ള പ്രീ ഓക്യുപ്പേഷൻസ് ലൈക്ക് ഹെൽത്ത് പ്രോബ്ലം, ഫാമിലി ഇഷ്യൂസ് ഇല്ല ഉണ്ടെങ്കിലും ഇതിൻ്റെ ഇടയിൽ നമ്മൾ കരിയറിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ഏൺ ചെയ്യുകയും ചെയ്താലേ ഒരു ലൈഫിൽ ഒരു മീനിങ് വരും എന്നുള്ള ഒറ്റ കാര്യം ആലോചിച്ചുകൊണ്ട് നമ്മൾ പാരലായിട്ട് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുക. ഇതാണ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന സ്പിരിറ്റ്. അതാണ് എനിക്ക് പറയാനുള്ളത്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇന്ന് എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റീവായിട്ട് ചെയ്ത് അത് ഫ്രൂട്ട്ഫുൾ ആയിട്ട് കൊണ്ടുവന്നാൽ ലൈഫിനൊരു മീനിങ് എവറി ഡേ കാണുള്ളൂ. അപ്പം അത് കരിയർ ആയാലും ശരി തന്നെ, ഫാമിലി ആയാലും സോഷ്യൽ ലൈഫ് ആയാലും ഇങ്ങനെ ഒരു ഒബ്ജക്റ്റീവിലേക്ക് നമ്മൾ വരണം. അപ്പോൾ ഇസ്രോ എന്നുള്ള ഒരു സയന്റിസ്റ്റ് നിന്ന് ആപ്സ്പയർ ചെയ്യുന്നത് മാത്രമല്ല, ഏത് കരിയറിലും പണ്ട് നമ്മൾക്ക് ഓപ്പണിംഗ് എഞ്ചിനീയറിംഗ് മെഡിസിൻ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾക്ക് ടെക്നിക്കൽ, നോൺ ടെക്നിക്കൽ, ദർ ആർ ലോട്ട് ഓഫ് ഓപ്പണിംഗ്സ്. ഇതെല്ലാം കൂടാതെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഇന്ന് സ്കില്ലിങ്ങിനും റീസ്കില്ലിങ്ങും തന്നെ നമ്മൾക്ക് ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട്. ചെറിയ ചെറിയ സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഉണ്ട്, ചെറിയ ചെറിയ ഡിസ്കഷൻ ഗ്രൂപ്പ്സ് ഉണ്ട്. ഇതിലെല്ലാം നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നമ്മുടെ സബ്ജക്റ്റിൽ നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും, നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് മണി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഷോർട്ട് ടേം കോഴ്സസ് നമുക്ക് എടുക്കാം, ഷോർട്ട് ടേം ടോക്സ് നമുക്ക് കേൾക്കാം, ഷോർട്ട് ടേം ഇവന്റ്സ് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇവിടെയെല്ലാം മറ്റ് ക്വാളിഫൈഡ് ആൾക്കാരുമായിട്ട് നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റിൽ നമുക്ക് ഇന്ററാക്ട് ചെയ്യാം, നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു വളരെ നല്ല എൻവയോൺമെന്റിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ടൈം നമുക്ക് ക്രിയേറ്റീവായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾക്ക് ഏത് തരത്തിലുള്ള ആക്ടിവിറ്റിയിൽ പുതിയതായി പഠിക്കാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം എൻ്റെ കരിയർ തന്നെ എടുത്തു കഴിഞ്ഞാൽ 2011, 1983, 2011 അത്രയും നാൾ വർക്ക് ചെയ്ത ഒരു ഏരിയയിൽ നിന്ന് കംപ്ലീറ്റ്ലി ഒരു ന്യൂ ഏരിയയിലേക്കാണ് 2011 ഞാൻ പോയത്. അപ്പൊ അത് മുഴുവൻ ഉടനെ പഠിക്കുകയും അതിന്റെ അനുസരിച്ച് അവിടെ ഒരു സക്സസ്ഫുൾ ആയിട്ട് വരികയും ചെയ്യുന്നതിന്റെ ഒരു വലിയ എഫർട്ട് എന്ന് പറയുന്നത് ലേണിംഗ് പ്രോസസ്സ് വഴിയാണ്, ഒരു ടീം വർക്ക് വഴിയാണ്. അപ്പൊ അവരുടെ കൂടെ വർക്ക് ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ നമ്മളൊരു പുതിയ സ്റ്റുഡന്റ് പോലെയാണ്. അപ്പോൾ അതിനുശേഷം 2017 ഹസൻ കൺട്രോൾ സെന്ററിലേക്ക് ഞാൻ വരുമ്പോൾ ഞാൻ വേറൊരു പുതിയ ആക്ടിവിറ്റിയിലേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് അതിനെ ആ ടീമിനനുസരിച്ച് പഠിക്കുകയും നല്ലൊരു എഫർട്ട് എടുത്താലേ ഇതിനകത്തേക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ട് വരുള്ളൂ. അപ്പം ഇസ്രോയിലേക്ക് വരുന്നത് കൂടാതെ തന്നെ ഇസ്രോയിൽ കയറി കഴിഞ്ഞാലും അതായത് ഏത് കമ്പനിയിൽ കയറി കഴിഞ്ഞാലും ഒരു കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ് ബൈ എ ക്രിയേറ്റീവ് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഓൾസോ എ കോൺഫിഡൻസ് ഇൻ ബീങ് ഏബിൾ ടു ഡു എനിത്തിങ്. ഇതാണ് സ്റ്റുഡൻസിന് ഇന്ന് വേണ്ടത്. അത് പഠിക്കുമ്പോഴും മാത്രമല്ല കരിയറിലേക്ക് പോയാലും. അപ്പൊ അത് നമ്മൾ ഇപ്പോഴേ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇന്നിപ്പോൾ ഒരു 8th സ്റ്റാൻഡേർഡിലെ കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ബേസിക്സ് ആയിട്ടുള്ള ഫിസിക്സും സയൻസും അല്ലെ മാത്തമാറ്റിക്സും സയൻസും അല്ലെങ്കിൽ മറ്റ് ലാംഗ്വേജിലും ഹാൻഡിക്യാപ്സ് ഉണ്ടെങ്കിൽ നമ്മൾ വറി അടിക്കേണ്ട കാര്യമില്ല. ദർ ആർ ലോട്ട് ഓഫ് വേസ് ഇൻ വിച്ച് യു ക്യാൻ സെലക്ട് ആൻഡ് ലേൺ ആൻഡ് ഇംപ്രൂവ് യുവർ സെൽഫ്. അതാണ് സിറ്റുവേഷൻ. ഇത് ഞാൻ ജനറൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ.
ക്വസ്റ്റ്യൻസ് ജനറൽ ആയിട്ടും ചോദിക്കാം, അല്ലാതെ സ്പേസിൽ ചോദിക്കാം. അപ്പൊ എന്റെ ഭാഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ചാറ്റ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. ഗഫൂർജി, നമുക്ക് എന്റെ പോർഷൻ ഓക്കെ, താങ്ക് യു സർ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. താങ്ക് യു സോ മച്ച്. ഇതിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നതിന് ജസ്റ്റ് ഒരു ബ്രീഫ്, ISRB ടെസ്റ്റിനെ കുറിച്ച് അതിൽ എന്തെങ്കിലും പ്രിപ്പറേഷൻസോ കാര്യങ്ങളോ, അത് ജസ്റ്റ് ഒരു മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് ജസ്റ്റ് എഞ്ചിനീയറിംഗ് പാസ്സായിട്ട് ഡയറക്റ്റ് അപ്രോച്ച് ടെസ്റ്റ് അതല്ലെങ്കിൽ? അതെ, അത് എല്ലാ വർഷവും അത് ISRBയുടെ അഡ്വർടൈസ്മെന്റ് വരും. അപ്പൊ അതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു ഗേറ്റ് എക്സാമിന്റെ സ്റ്റാൻഡേർഡും അതിനപ്പുറവും വരും. നമ്മുടെ MTechന്റെ സ്റ്റാൻഡേർഡാണ് ക്വസ്റ്റ്യൻസ്. ഇസ്രോ റിക്രൂട്ട്മെന്റ് ബോർഡാണ് ISRB. അപ്പൊ ബേസിക്കലി നമ്മൾ ഒരുപാട് ആൾക്കാരെ എടുക്കുന്ന ഇലക്ട്രോണിക്സിലും മെക്കാനിക്കലും. അപ്പൊ അത് രണ്ടുമാണ് ISRB കൂടെ വരുന്നത്. പിന്നെ വേറെയും എഞ്ചിനീയറിംഗ് സ്ട്രീംസ് ISRB ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരെ എടുക്കുന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ മാത്രം നടത്തിയെടുക്കും, ടെസ്റ്റ് ഇല്ലാതെ തന്നെ, അങ്ങനെയും ചെയ്യുന്നുണ്ട്. പിന്നെ സയൻസ് സ്ട്രീമിലുള്ള ആൾക്കാരെ എടുക്കുന്നതും ചിലപ്പോൾ ഇന്റർവ്യൂ മാത്രം നടത്തിയെടുക്കാറുണ്ട്. നമ്മുടെ ഇന്റർവ്യൂവിൽ ബേസിക്കലി നമ്മൾ നോക്കുന്ന ബേസിക് ക്വാളിഫിക്കേഷൻ റിലേറ്റഡ് നോളജ് ആണ്, അല്ലാതെ ഇസ്രോ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ച് അല്ല ക്വസ്റ്റ്യൻസ് വരുന്നത്. ബേസിക് ആയിട്ടുള്ള സബ്ജക്ട്സിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ടെസ്റ്റിലായാലും ഇന്റർവ്യൂവിലായാലും വരുന്നത്. ISRBയിലെ ഒരു ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിട്ട് മാറിയിട്ടുണ്ട്. അതിന്റെ സ്റ്റാൻഡേർഡ് അതിനനുസരിച്ച് MTech സ്റ്റാൻഡേർഡിന് മേലെ നിൽക്കുന്ന രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് MTechനേക്കാളും സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ സൗണ്ട് നോളജിൻ നമ്മൾ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിൽ ഒരു ഗേറ്റിന് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ പ്രിപ്പയർ ചെയ്താലേ ISRB കടന്നു കിട്ടാൻ ഉള്ള ഒരു കേപ്പബിലിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഇതിൽ ചാറ്റിൽ വന്ന ഒരു ക്വസ്റ്റ്യൻസ് കുട്ടികളോട്, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ പുട്ട് ഇൻ ദ ചാറ്റ് ബോക്സ് പ്ലീസ്. ഒരു ക്വസ്റ്റ്യൻ ചൈതന്യ വിജേഷ് ചോദിച്ചത്, സർ വാട്ട് ആർ ഓപ്പർച്യൂണിറ്റീസ് ഡു ആൻ ആസ്ട്രോഫിസിസ്റ്റ് ഗെറ്റ് ഇൻ ISRO? ഈ ആസ്ട്രോഫിസിക്സ് ISROയ്ക്ക് അകത്ത് ആസ്ട്രോഫിസിക്സ് എന്ന് പറയുന്നത് ഒരു ഞാൻ പറഞ്ഞ സാറ്റലൈറ്റ് ഒരു പേലോഡ് ആസ്ട്രോഫിസിക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഒരു പ്രോബിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കാണ് വരുന്നത്. അപ്പൊ അതൊരു സ്പെഷ്യലൈസ്ഡ് ഏരിയയാണ്. അപ്പോൾ അത് അങ്ങനത്തെ കൈൻഡ് ഓഫ് ഓപ്പണിങ്സ് വളരെ ഫ്രീക്വന്റ് ആയിട്ട് വരുന്നതല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ സാറ്റലൈറ്റിലൊരു ആസ്ട്രോഫിസിക്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഒരു എക്യുപ്മെന്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്യുപ്മെന്റ് എന്തെല്ലാം കേപ്പബിലിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളത് ഡിസൈൻ ചെയ്യുന്നത് ആസ്ട്രോഫിസിക്സുകാരുടെ കൂടെ ISRO എഞ്ചിനീയേഴ്സ് ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറെ ആസ്ട്രോഫിസിക്സ് സ്പെഷ്യലിസ്റ്റുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് കൂടുതൽ പേരെ എടുക്കുകയും അല്ലെങ്കിൽ അവർ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ പുതിയ ആൾക്കാരെ എടുക്കുകയും ചെയ്യും. നമ്പർ ഓഫ് പീപ്പിൾ വർക്കിംഗ് ഇൻ ആസ്ട്രോഫിസിക്സ് ഏരിയ ഇസ് വെരി ലെസ്, ബട്ട് പീപ്പിൾ ആർ ദെയർ. അപ്പോൾ ഓപ്പണിങ്സ് ഉണ്ട്, പക്ഷേ ഇറ്റ് ഇസ് എ സ്പെഷ്യലൈസ്ഡ് ഏരിയ. സാറേ, PSLVയും GSLVയും ആയിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യുക. അത് ഞാൻ നേരത്തെ പറഞ്ഞ സാറ്റലൈറ്റിൽ രണ്ട് ടൈപ്പാണ്. ഒന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ളത്, മറ്റേത് റിമോട്ട് സെൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള രണ്ട് കൈൻഡ് ഓഫ് സാറ്റലൈറ്റ്സ് ആണ് വരുന്നത്. പിന്നെ നമ്മൾ ഇന്റർ പ്ലാനറ്ററി മിഷൻസിലേക്ക്, മാർസിലേക്ക്, മൂണിലേക്ക് പോകും. അപ്പോൾ ഈ PSLV എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ്. പോളാർ സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് ആണ് ബേസിക്കലി. അതിനു വേണ്ടിയാണ് PSLV യൂസ് ചെയ്യുന്നത്. PSLVക്ക് ജിയോ സ്റ്റേഷണറി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി, ഈ റിമോട്ട് സെൻസിങ്ങിന് വേണ്ടത് 1000 കിലോമീറ്റർ ഓർബിറ്റിലുള്ള സാറ്റലൈറ്റ്സ് ആണ്. അതിന് വേണ്ടിയാണ് ഈ PSLV ഡെവലപ്പ് ചെയ്തത്. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ 36,000 കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡിൽ കറങ്ങുന്ന സാറ്റലൈറ്റ്സ് ആണ്. അതിനു വേണ്ടിയാണ് ഈ GSLV ഡെവലപ്പ് ചെയ്തത്. കൂടാതെ ഈ രണ്ട് റോക്കറ്റ്സും ഒരു പരിധി വരെ നമുക്ക് ഇന്റർപ്ലാനറ്ററി മിഷൻസിന് ഉപയോഗിക്കാൻ പറ്റും. അത് ഓരോ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് ഉപയോഗിക്കും. താങ്ക് യു സർ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നത് വാട്ട് ഈസ് റിമോട്ട് സെൻസിങ്, അതൊന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാവോ? അതെ,
നമ്മൾ ശരിക്കും നമ്മൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഫോറസ്റ്റ് എത്ര നമ്മൾക്ക് ഫോറസ്റ്റ് ഉണ്ട്, ഒരു പർട്ടിക്കുലർ റീജിയനിൽ എത്ര ഫോറസ്റ്റ് ഉണ്ട്, നമ്മൾക്ക് ലാൻഡിൽ കൂടെ ആണെങ്കിൽ ഒരു ഡീപ്പ് സർവേ ചെയ്തിട്ട് എടുക്കാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ എക്യുപ്മെന്റ്സിനൊരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ മേലിൽ നിന്നും നമ്മൾ ഈ സൂര്യന്റെ രശ്മികൾ ഈ പറയുന്ന ഭൂമിയിൽ പതിച്ചിട്ട് അത് തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മളൊരു ക്യാമറയിൽ പിടിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഒരു ലാൻഡിലുള്ള ഒരു റിസോഴ്സ് മാപ്പ് ചെയ്യാം, ഒരു ഫോറസ്റ്റിലൂടെ റിസോഴ്സ് മാപ്പ് ചെയ്യാം. ബേസിക്കലി നമ്മൾക്ക് കിട്ടുന്ന ഈ സൂര്യരശ്മിയിൽ നിന്നും തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ് ഈ ക്യാമറയിൽ കിട്ടുന്നത്. അതിനെ നമ്മൾ എടുത്തിട്ട് ആ ഡേറ്റ പ്രോസസ്സ് ചെയ്ത് ഈ പറയുന്ന ഫോറസ്റ്റിന്റെ മാപ്പ് നമ്മൾ സിന്തസൈസ് ചെയ്തെടുക്കുക. അപ്പൊ നമ്മൾ റിമോട്ട് എന്ന് പറഞ്ഞാൽ ദൂരെ നിന്ന് നമ്മൾക്ക് അതിന്റെ സെൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊരു സാറ്റലൈറ്റ് ആണ് ഒരു ബെസ്റ്റ് എക്യുപ്മെന്റ്. നമ്മളൊരു ഹൈറ്റിൽ ഒരു എക്യുപ്മെന്റ് പ്ലേസ് ചെയ്യുക, അപ്പോൾ ഒരു പോർഷന്റെ ഇമേജ് നമുക്ക് കിട്ടും. ആ ഇമേജിൽ നിന്നും ആ സിറ്റുവേഷൻ റീക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഒരു സാറ്റിൽ ഒരു പിക്ചർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് പിക്ചർ വീണ്ടും എടുക്കുമ്പോൾ അതിന്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ന്യൂ ഏരിയയിൽ പിക്ചർ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഡെൻസിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാം. പല ടൈപ്പ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഫോറസ്റ്റ് കവറിനെ കുറിച്ച് പറഞ്ഞു. ഇത് കൂടാതെ നമ്മൾ ആ ഇമേജിൽ നിന്ന് നമുക്ക് ഗ്രൗണ്ടിനടിയിലുള്ള മിനറൽസ്, വെള്ളത്തിന്റെ വാട്ടർ ഷെഡ്സ്, പല ടൈപ്പ് ഇമേജസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ റിമോട്ട് സെൻസിങ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഹലോ സർ, ചോദിച്ചോട്ടെ ക്വസ്റ്റ്യൻ. സർ, എൻ്റെ പേര് ഈസ് കമൽ. സർ പറഞ്ഞല്ലോ ഇസ്രോ ഈ പറഞ്ഞ സാറ്റലൈറ്റ്സ് വഴി കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ അല്ലെ ഡാറ്റ, അത് ഇസ്രോ തന്നെയാണോ അതിനെ കുറിച്ച് സ്റ്റഡി നടത്തുക? അതല്ല ഇപ്പം എന്താ പറയുക, വെതർ സ്റ്റേഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസ് അവർക്ക് ഡാറ്റ ഹാൻഡ് ഓവർ ചെയ്തിട്ട് അവരാണോ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നത്? ഡേറ്റ ബേസിക്കലി നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തതിന് ശേഷം ആദ്യം ഒരു പ്രൈമറി പ്രോസസ്സിങ് ഇസ്രോ തന്നെയാണ് ചെയ്ത് അത് ഡേറ്റ ഡിസമിനേഷൻ എന്ന് പറയും. ഒരു പർട്ടിക്കുലർ ലെവലായിട്ട് നമ്മൾ ഡേറ്റ ബേസ് ആയിട്ട് സ്റ്റോക്ക് ചെയ്യാൻ ചെയ്യും. ഇതിൽ നിന്നും ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ വെതർ ഫോർകാസ്റ്റിങ്ങിന് വേണ്ടി എല്ലാം ഡേറ്റ ഫോർ എക്സാമ്പിൾ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഡ്രോ ചെയ്തിട്ട് അവർ ഈ ഡേറ്റ അവരെടുത്തിട്ട് അവരുടെ സ്പെഷ്യലിസ്റ്റ് ഉപയോഗിച്ച് വെതർ ഫോർകാസ്റ്റിങ്ങിനൊക്കെ ഉപയോഗിക്കും. പല ആപ്ലിക്കേഷൻസ് ഡേറ്റ ഇസ്രോയുടെ കയ്യിൽ സാറ്റലൈറ്റിൽ നിന്ന് കിട്ടുന്നത് പല ആപ്ലിക്കേഷൻസിന് വേണ്ടി നമ്മൾ ഇനീഷ്യൽ ഡിസമിനേഷൻ കഴിഞ്ഞ് നമുക്ക് ഡേറ്റ കൊടുക്കുന്നുണ്ട്, ഇസ്രോ കൊടുക്കുന്നുണ്ട്. സർ, ഒരു ക്വസ്റ്റ്യൻ കൂടി. സർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, ഇസ്രോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇസ്രോയ്ക്ക് ഈ റോക്കറ്റ് സയൻസിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലോ മറ്റുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ സയന്റിഫിക് നോഹൗ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ തന്നെ സയന്റിസ്റ്റ് ആണ് ഇതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നുള്ള. അപ്പോൾ അതിലുള്ള സംശയം, നമുക്കതിൽ റിവേഴ്സ് ടെക്നോളജി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടോ? നമ്മൾ മറ്റുള്ള കൺട്രീസിൽ നിന്ന് വാങ്ങിയിട്ടുള്ള സാറ്റലൈറ്റ്സോ അല്ലെങ്കിൽ റോക്കറ്റ്സോ ഒക്കെ യൂസ് ചെയ്തിട്ടാണോ നമ്മൾ ആ ഒരു സ്റ്റഡി ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്? അതില് നമ്മുടെ ഇനിഷ്യൽ ഫേസസിലെല്ലാം നമ്മൾക്ക് രണ്ട് രീതിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത്. ഒന്ന്, നമ്മൾക്ക് ഈ ടെക്സ്റ്റ് ബുക്സിൽ നിന്നും റോക്കറ്റ്സ് ഉണ്ടാക്കുന്ന, സാറ്റലൈറ്റ്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചും ജനറൽ ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സും സയന്റിഫിക് ആസ്പെക്ട്സും തിയറിറ്റിക്കലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്സ്. അപ്പോൾ അതെടുത്തിട്ട് അതിൽ വായിച്ച് പഠിച്ചിട്ടാണ് നമ്മുടെ ആൾക്കാർ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കൂടാതെ ചില ഓപ്പർച്യൂണിറ്റീസ് ഇനിഷ്യലായിട്ട് മറ്റ് രാജ്യങ്ങളിൽ പോയി ഇതുമാതിരിയുള്ള സ്ഥലങ്ങളിൽ സ്റ്റേ ചെയ്ത് അവിടുത്തെ സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കാനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ ഇനിഷ്യലായിട്ടുള്ള ആൾക്കാർക്കും പിന്നീട് ഇസ്രോ